സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന യൂണിറ്റിലെ ടോപ്പോഷീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പോഷീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ധരാതലീയ ഭൂപടങ്ങളുടെ ഒരു വിശകലനം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പോഷീറ്റ്സിൻ്റെ, ടോപ്പോഗ്രഫിക് മാപ്സിൻ്റെ ഒരു വിശകലനം, ഇൻ്റർപ്രിട്ടേഷൻ. ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗം കൂടിയാണ് ഈ ടോപ്പോഷീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് കൂടുതൽ മുഖപുരയില്ലാതെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. You might have noticed that some basic information regarding the sheet as well as the physical and cultural features pertaining to the area represented are given in the toposheet figure 4.1. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഒരു ചിത്രം കൊടുത്തു, ഒരു ടോപ്പോഷീറ്റ്, ഒരു ടോപ്പോഗ്രഫിക് മാപ്പിന്റെ ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 4.1. നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്? ആ ഒരു മാപ്പിൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളുണ്ട്. അതായത് ഫിസിക്കലും അതേപോലെ തന്നെ കൾച്ചറലുമായിട്ടുള്ള ഫീച്ചേഴ്സ് പലതും ആ ഒരു ഭൂപടത്തിലുണ്ട്. അതേപോലെ ആ ഭൂപടവുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ ഭൂപടത്തിന്റെ വശങ്ങളിലും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഒക്കെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ഇൻഫർമേഷൻ ഒരു ടോപ്പോഷീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, ആ ഓരോ ഇൻഫർമേഷനെയും നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറി ആക്കി തിരിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഫിഗർ 4.1 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ചിത്രത്തിലേക്ക് വീണ്ടും പോവേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് നോക്കാം 4.1 ഏതാണ്, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, അതായത് ഏതൊരു ടോപ്പോഷീറ്റ് ആണെങ്കിലും ഏതൊരു ടോപ്പോഗ്രഫിക് മാപ്പ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ ആ മാപ്പിന്റെ ബോർഡറിന്റെ പുറത്തും ആ മാപ്പിനുള്ളിലും ഒരുപാട് കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും 3 കാറ്റഗറി ആക്കിയൊക്കെ തിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ദി സ്റ്റഡി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സച്ച് മാപ്സ് ക്യാൻ ബി ഡൺ ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ആസ് മെൻഷൻഡ് ബിലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഈ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഫിസിക്കലും കൾച്ചറലുമായിട്ടുള്ള, അതേപോലെ മറ്റല്ലാത്ത ബേസിക് ഇൻഫർമേഷൻ വേറെ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഒരു ടോപ്പോഷീറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സോ ദി സ്റ്റഡി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സച്ച് മാപ്സ്, ഇങ്ങനെയുള്ള ടോപ്പോഷീറ്റുകളുടെ, ടോപ്പോഗ്രഫിക് മാപ്സിന്റെ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളുടെ സ്റ്റഡിയും അതിന്റെ പഠനവും അതേപോലെ തന്നെ അതിന്റെ വിശകലനവും ഇന്റർപ്രിട്ടേഷനും ഒക്കെ ക്യാൻ ബി ഡൺ ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ആസ് മെൻഷൻഡ് ബിലോ. ഇവിടെ താഴെ പറഞ്ഞതുപോലെ നമുക്ക് പല സ്റ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ ഘട്ടമായിട്ട് തരം തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നടത്താം. അതിന്റെ ഒരു മാപ്പിന്റെ, ഒരു ടോപ്പോഷീറ്റിന്റെ, ഒരു ടോപ്പോഗ്രഫിക് മാപ്പിന്റെ വിശകലനം, ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഇങ്ങനെ ഒരു 3 കാറ്റഗറി ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠനം നടത്താം അല്ലെങ്കിൽ വിശകലനം നടത്താം എന്ന് പറയുന്നു. അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ടോപ്പോഗ്രഫിക് മാപ്സിൽ ഈ താഴെ പറയുന്നത് പോലെയുള്ള 3 ടൈപ്പ് ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 3 ടൈപ്പ് ഇൻഫർമേഷൻ കാണാൻ പറ്റും. എന്തൊക്കെയാ? ഏറ്റവും ആദ്യം മാർജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ എന്നും പറയാം. ഓക്കെ, പ്രാഥമിക വിവരങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. അതുപോലെ ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ്, അതായത് ഭൗതിക സവിശേഷതകൾ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കൾച്ചറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ്, എന്ന് വെച്ചാൽ സാംസ്കാരിക സവിശേഷതകൾ, അതായത് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതാണ് കൾച്ചറൽ ഓർ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ, അതല്ലെങ്കിൽ ടോപ്പോഗ്രഫിക് മാപ്പിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ 3 കാറ്റഗറി ആക്കിയിട്ട് തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഈ 3 എണ്ണത്തിൽ ഏറ്റവും ആദ്യം ഏതാ? മാർജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതെന്താ നമ്മൾ നോക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, മാർജിനൽ ഇൻഫർമേഷൻ, പ്രാഥമിക വിവരങ്ങൾ. ആ പേര് തന്നെയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, നോക്കാം. ദി ജനറൽ ഇൻഫർമേഷൻ, ശ്രദ്ധിക്കുക, marginal information. The general information given outside the margins in topographic map is known as marginal or primary information. ഈ പേര് തന്നെ ഉണ്ട്, മാർജിനൽ ഇൻഫർമേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ടോപ്പോഗ്രഫിക് മാപ്പിന്റെ മാർജിന്റെ പുറത്ത്, ഓക്കെ, ഔട്ട്സൈഡ് ദി മാർജിൻ, ടോപ്പോഗ്രഫിക് മാപ്സിന്റെ മാർജിന്റെ പുറത്ത് കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് എന്ത്? മാർജിനൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, പ്രൈമറി ഇൻഫർമേഷൻ എന്നും പറയാം. ഓക്കെ, ഔട്ട്സൈഡ് ദി മാർജിൻസ് ഇൻ ടോപ്പോഗ്രഫിക് മാപ്സ്.
ഓക്കെ, ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ മാർജിന്റെ പുറത്ത് കാണുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ മാർജിനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് നമുക്ക് ഉദാഹരണ സഹിതം തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ടോപ്പോ ഷീറ്റ് നമ്പർ, നെയിം ഓഫ് ദി ഏരിയ, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, അതുപോലെ വാല്യൂസ് ഓഫ് നോർത്തിങ്സ് ആൻഡ് ഈസ്റ്റിങ്സ്, സ്കെയിൽ ഓഫ് ദി മാപ്പ്, കോണ്ടൂർ ഇന്റർവെൽ, ഇയേഴ്സ് ഓഫ് സർവേ നടത്തിയ വർഷം, ആൻഡ് പബ്ലിക്കേഷൻ ആൻഡ് ദി ഏജൻസി ഇൻ ചാർജ് ഓഫ് ദി സർവേ ആർ ദി മാർജിനൽ ഇൻഫർമേഷൻ ഇൻ ദി ടോപ്പോ ഷീറ്റ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കോമട്ട് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്താ? ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ മാർജിനൽ ഇൻഫർമേഷനാണ്. ഇതെല്ലാം ആ മാപ്പിന്റെ മാർജിന്റെ പുറത്താണ് ഉണ്ടാവുക, മാപ്പിന്റെ ഉള്ളിലല്ല, മാർജിന്റെ പുറത്തായിരിക്കും ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കാണുക. ഓക്കെ, ഇതൊന്നും അർത്ഥം പറയേണ്ട കാര്യമില്ല. ടോപ്പോ ഷീറ്റ് നമ്പർ, അതേപോലെ നെയിം ഓഫ് ദി ഏരിയ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതേപോലെ നോർത്തിങ്സിന്റെയും ഈസ്റ്റിങ്സിന്റെയും ഒക്കെ വാല്യൂസ്, സ്കെയിൽ ഓഫ് ദി മാപ്പ്, ഏത് സ്കെയിലാണ്, 1:2 എത്ര എന്നുള്ള സ്കെയിലാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാർജിനൽ ഇൻഫർമേഷൻ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു മാപ്പ് നോക്കിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു വർക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ഇവിടെ ഫിഗർ 4.25 ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 4.25 നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, പ്രൈമറി ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമുക്ക് ആ 4.25 ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം. അത് ആ പേജ് എവിടെയെന്നുള്ളത് നോക്കാം. ഇതാ ഈ ഒരു ചിത്രമാണ് 4.25, ഫിഗർ 4.25. അപ്പൊ ഈ മാപ്പ് നോക്കിക്കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണം. ഏറ്റവും ആദ്യം അതൊക്കെ എന്താ? ഇതെല്ലാം പ്രൈമറി ഇൻഫർമേഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രൈമറി അല്ലെങ്കിൽ മാർജിനൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒന്നും കൂടി തറോ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തതാണ്. അപ്പൊ നമുക്ക് ഈ ഫിഗർ 4.25 നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ എല്ലാ പിന്നെ പോയിന്റ്സിന്റെയും ആൻസർ കണ്ടെത്തണം. ഏറ്റവും ആദ്യം ടോപ്പോ ഷീറ്റ് നമ്പർ ചോദിക്കുന്നു. ടോപ്പോ ഷീറ്റ് നമ്പർ നോക്കാം. ടോപ്പോ ഷീറ്റ് നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഈ വലത് ഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് കാണാം 56D/11. 56D അല്ലെങ്കിൽ D/11 എന്നതാണ് ടോപ്പോ ഷീറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി രണ്ടാമത്തേത്, അത് കാണാൻ നമുക്ക് ഈ മാർജിന്റെ പുറത്താണ് ഇൻഫർമേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മാർജിനൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. മാപ്പിന്റെ ഉള്ളിലല്ല, മാർജിന്റെ പുറത്താണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇനി രണ്ടാമത്തേത് നെയിം ഓഫ് ദി പ്ലേസ് റെപ്രസെന്റഡ്. ഓക്കെ, അതായത് ഏത് പ്രദേശത്തിന്റെ മാപ്പാണ് എന്നാണ് ചോദിക്കുന്നത്. നെയിം ഓഫ് ദി പ്ലേസ് റെപ്രസെന്റഡ്. ചിത്രത്തിലേക്ക് നോക്കാം. ഇവിടെ കാണാം നമുക്ക് കർണാടക, അല്ലെ? കർണാടക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കർണാടക പ്രദേശമാണ്, അല്ലെങ്കിൽ കർണാടകയുടെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കർണാടക എന്ന് എഴുതി കൊടുക്കാം. ഇനി ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ, അതിവിടെ C1 C2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ആ മാപ്പിൽ C1 C2 എന്ന് കാണുന്ന ഭാഗം എവിടെയെന്ന് നോക്കാം. ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ആണ്, അതായത് അക്ഷാംശ സ്ഥാനാണ്. ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണ്, ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലാണ് ഈ ഒരു പിന്നെ മാപ്പ് ഉള്ളത്, ഈ പ്രദേശം ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കോഡ് എന്തായിരുന്നു? C1 അതേപോലെ C2 ആണ്. ആ C1 C2 എവിടെ കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അപ്പൊ നമ്മൾ താഴെ നോക്കാം. ഒന്ന് C1 C2 ആണ്. ഇവിടെ നിങ്ങൾക്ക് C1 കാണാം. ഓക്കെ, C1 എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എത്രയാ? ആ C1 എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡിന്റെ ഡിഗ്രി അളവ് എത്രയാ? 16 ഡിഗ്രി. ഇവിടെ കാണാം 16 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്. 16 ഡിഗ്രി 15 മിനിറ്റ്സ് C1. അതേപോലെ C2 നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിൽ കാണാം 16 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ്. 16 ഡിഗ്രി 20 മിനിറ്റ്സ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഇതുള്ളത്, ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? C1 C2 എന്നുള്ളതിന് നേരെ, C1ന്റെ നേരെ നമുക്ക് എന്ത് എഴുതാം? അവിടെ 16 ഡിഗ്രി 15 മിനിറ്റ്സ്. C2 എന്നതിന് നേരെ 16 ഡിഗ്രി 20 മിനിറ്റ്സ്. ഓക്കെ, ഈ രണ്ട് ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലാണ് ആ പ്രദേശം ഉള്ളത്. അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ. ഓക്കെ, രേഖാംശീയ സ്ഥാനം ചോദിക്കുകയാണ്. രേഖാംശീയ സ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുത്തനെയുള്ള വരകളാണല്ലോ ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ D1 D2 എന്നതിന് കോഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ മാപ്പിലേക്ക് നോക്കാം. D1 എവിടെയാണ് കാണുന്നത്? ഇതാ D1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം. D1 അപ്പൊ 76 ഡിഗ്രി ആണ്. 76 ഡിഗ്രി 30 മിനിറ്റ്സ്. ഓക്കെ, D1 എത്രയാണ്? 76 ഡിഗ്രി 30 മിനിറ്റ്സ്. അതേപോലെ D2 റൈറ്റ് സൈഡിൽ ഈ എൻഡിൽ കാണാൻ പറ്റും. എത്രയാ? 76 ഡിഗ്രി 35 മിനിറ്റ്സ് ആണ്. 76 ഡിഗ്രി 35 മിനിറ്റ്സ്.
അപ്പൊ ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡിന് ഇടയിലാണ് ഈ മാപ്പ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് അതേപോലെ ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ രണ്ടും നമ്മൾ നോക്കി. ഇനി ഈസ്റ്റിങ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈസ്റ്റിങ്സും അതേപോലെ നോർത്തിങ്സും ആണ്. ഈസ്റ്റിങ്സ് E1 E2 ഇവിടെ ചോദിക്കുന്നു. E1 E2 എന്നുള്ള കോഡ് നമ്മൾ നോക്കുക. ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയുള്ള ലൈൻസ് ആണ്, കുത്തനെയുള്ള ലൈൻസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈസ്റ്റിങ്സ് E1 ഇവിടെ കാണാം. E1 ഇതാ 94 എന്ന് പറയുന്ന ഈസ്റ്റിങ്സിന്റെ നേരെയാണെന്നുള്ളത് E1 ഉള്ളത്. അപ്പൊ E1ന്റെ നേരെ നമുക്ക് 94 എഴുതാം. E2ന്റെ നേരെ നമുക്ക് എവിടെ എഴുതാം? അവിടെ നമുക്ക് E2ന്റെ നേരെ 01 എന്ന് എഴുതാം. അപ്പൊ 94 അതേപോലെ 01. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഈസ്റ്റിങ്സ് കിട്ടി. ഏതൊക്കെയാണ്? 94 E1 94, E2 ഏതാണ്? 01 ആണ്. ഇനി അതേപോലെ തന്നെ നോർത്തിങ്സ്, വിലങ്ങനെയുള്ള അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സിനെ പോലെ വിലങ്ങനെയുള്ള ലൈൻസ് ആണ് ഇത് നോർത്തിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ F1 F2 ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മാപ്പിൽ. നമുക്ക് നോക്കാം, നോർത്തിങ്സിനെ കാണിക്കാൻ F1 F2 എന്നുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിലങ്ങനെയുള്ള വരകളാണല്ലോ. F1 ഇവിടെ കാണാൻ പറ്റും, 84 ആണ്. F1 എന്ന് പറയുന്ന നോർത്തിങ്സ് എത്രയാണ്? അത് 84 ആണ്. അതേപോലെ F2 എന്ന് പറയുന്നതോ 92 ആണ്. ഓക്കെ, F2 92 ആണ്. അപ്പൊ നമുക്കിവിടെ നോർത്തിങ്സ് F1 എന്ന് പറയുന്നത് എത്രയാണ്? 84ഉം അതേപോലെ F2 എന്ന് പറയുന്നത് 92 എന്നതുമാണ്. അപ്പൊ അതും കിട്ടി, ഈസ്റ്റിങ്സും നോർത്തിങ്സും കിട്ടി. ഇനി സ്കെയിൽ ഓഫ് ദി മാപ്പ്. സ്കെയിൽ ഓഫ് ദി മാപ്പ് G എന്ന കോഡാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെ. സ്കെയിൽ ഓഫ് ദി മാപ്പ് നമുക്ക് താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മോൾ ഭാഗത്തോ കാണാം. ഓക്കെ, സ്കെയിൽ ഓഫ് ദി മാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ നമുക്ക് G ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1:50,000 എന്നതാണ് സ്കെയിൽ. ഓക്കെ, സ്കെയിൽ ഓഫ് ദി മാപ്പ് എത്രയാണ്? 1:50,000. അതാണ് ഈ മാപ്പിന്റെ സ്കെയിൽ, തോത്. അപ്പൊ അതും കിട്ടി. ഇനി അടുത്തത് ഏതാ? കോണ്ടൂർ ഇന്റർവെൽ ആണ്. കോണ്ടൂർ ഇടവേള. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് എന്താണ് കോണ്ടൂർ ഇന്റർവെൽ എന്നൊക്കെ. അപ്പോൾ H എന്നത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, കോണ്ടൂർ ഇന്റർവെൽ. അതും നമുക്ക് താഴ്ഭാഗത്ത് തന്നെ നോക്കാം. ഇവിടെ കാണാം കോണ്ടൂർ ഇന്റർവെൽ 20 meters ആണ്. ഓക്കെ, എന്താ കോണ്ടൂർ ഇന്റർവെൽ? രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള അകലമാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്രയാണ്? 20 meters ആണ്. അപ്പോൾ കോണ്ടൂർ ഇന്റർവെലും നമുക്ക് കിട്ടി 20 meters. ഇനി എന്താ ബാക്കിയുള്ളത്? ഇയർ ഓഫ് സർവേ. സർവേ നടത്തിയ വർഷം I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കാണാം 2005 എന്ന ഇയർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പബ്ലിഷ്ഡ് ഇൻ 2005. അപ്പൊ നമുക്ക് വർഷം കിട്ടി. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇയർ ഓഫ് പബ്ലിക്കേഷൻ J അല്ലെ. ഇയർ ഓഫ് പബ്ലിക്കേഷൻ ശ്രദ്ധിക്കാം. ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഏതാണ്? ഇയർ ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ് 2005 പറയുന്നത്. ഓക്കെ, 2005 ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ സർവേ നടത്തിയ വർഷം മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണാം, മുകൾ ഭാഗത്ത് സർവേ നടത്തിയ വർഷം സർവേഡ് ഇൻ ദി ഇയർ 1959-60 ആണ് കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. ഇയർ ഓഫ് സർവേ, സർവേ നടത്തിയ വർഷം ഏതാണ്? അത് മുകൾ ഭാഗത്തുണ്ട്. ഇതാക്കണം 1959-60 എന്നതാണ്. ഓക്കെ, പബ്ലിക്കേഷൻ ആണ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ് ഇത് ഈ താഴ്ഭാഗത്ത് J എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള 2005 ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി അടുത്തത് ഏജൻസി ഇൻ ചാർജ് ഓഫ് സർവേ, K എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഈ സർവേയുടെ ചുമതല ഉണ്ടായിരുന്ന ഏജൻസി ഏതാണെന്നാണ്. ഓക്കെ, ഇവിടെ K എന്ന് മാർക്ക് ചെയ്ത് കാണാം. സർവേഡ് ബൈ ഡോക്ടർ പ്രതീഷ് നാഗ്, സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് നമ്മളെ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസിയാണ്. അതിന്റെ കീഴിൽ ഈ സർവേക്ക് മേൽനോട്ടം വഹിച്ചതാരാ? ഡോക്ടർ പ്രതീഷ് നാഗ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്സ് ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ സർവേ ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കാം. സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്തത് ആരാണ്? സർവേഡ് ബൈ ഡോക്ടർ പ്രതീഷ് നാഗ്. അപ്പൊ അതും നമുക്ക് കിട്ടി. അപ്പൊ ഇതൊക്കെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ത്? പ്രൈമറി ഇൻഫർമേഷൻ അല്ലെങ്കിൽ മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ മാപ്പിന്റെ 4 ഭാഗത്തുള്ള മാർജിന് പുറത്താണ് കാണുന്നത്. ഈസ്റ്റിങ്സ് ആയിക്കോട്ടെ, നോർത്തിങ്സ് ആയിക്കോട്ടെ, ലാറ്റിറ്റ്യൂഡ്സ് ആയിക്കോട്ടെ, ലോഞ്ചിറ്റ്യൂഡ്സ് ആയിക്കോട്ടെ, അതേപോലെ മറ്റ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, എല്ലാം ഈ മാർജിന്റെ പുറത്തുള്ള ഡീറ്റെയിൽസാ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ ഇൻഫർമേഷൻ ഓർ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്.
ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു മാപ്പിലെ ടോപ്പോഗ്രാഫിക് മാപ്സിലെ ഡീറ്റെയിൽസിനെ മൊത്തത്തിൽ നമുക്ക് മൂന്നാക്കി തിരിക്കാം. ഒന്ന് മാർജിനൽ ഇൻഫർമേഷൻ, രണ്ടാമത്തേത് ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ്, മൂന്നാമത്തേത് കൾച്ചറൽ ഓർ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം, ഫിസിക്കൽ ഓർ നാച്ചുറൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തും വിളിക്കാം, നാച്ചുറൽ ഫീച്ചേഴ്സ് എന്നും വിളിക്കാം. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? വാട്ടർ ബോഡീസ് സച്ച് ആസ് റിവേഴ്സ്, സ്ട്രീംസ്, സ്പ്രിങ്സ് എക്സെട്ര ആസ് വെൽ ആസ് ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ആർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്സ്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് മനുഷ്യനുണ്ടാക്കിയതല്ല അല്ലെ, മനുഷ്യനുണ്ടാക്കിയതല്ല, പ്രകൃതിയാ തന്നെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം, ജലാശയങ്ങൾ അതായത് നദിയും അരുവിയും കിണറും കുഴൽ കിണറും നീരുറവകളും ഇങ്ങനെയൊക്കെയുള്ള ജലാശയങ്ങളും അതേപോലെ മറ്റ് പല ഭൂരൂപങ്ങളും എല്ലാം ഇതിൽ വരും, ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഭൗതിക സവിശേഷതയിൽ വരും. ഓക്കെ, their locations are to be found by direction or the grid reference method. അപ്പൊ ഈ ഓരോ റിവറിന്റെയും സ്ട്രീമിന്റെയും സ്പ്രിങ്ങിന്റെയും അങ്ങനെയുള്ള ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെയും സ്ഥാനം, ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെയൊക്കെ? ഒന്നുകിൽ ഡയറക്ഷൻ, നോർത്ത് സൗത്ത്, അങ്ങനെയുള്ള നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അങ്ങനെയുള്ള ഡയറക്ഷന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലോ നമുക്ക് ഗ്രിഡ് റെഫറൻസിലൂടെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 4 ഫിഗർ മെത്തേഡും 6 ഫിഗർ മെത്തേഡും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രിഡ് റെഫറൻസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ് നീ അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ നോക്കിയിട്ടുള്ള അതേ മാപ്പ് നോക്കി തന്നെ ഇവിടെയുള്ള ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ആൻസേഴ്സ് ടു ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ബൈ റീഡിംഗ് ദി ഗിവൺ ടോപ്പോഷീറ്റ് ഫിഗർ 4.25. ഈ ഒരു മാപ്പ് നോക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താം, വളരെ എളുപ്പമാണ്. ഒന്നാമത്തേത്, വിച്ച് ഈസ് ദ മേജർ റിവർ ഫ്ലോവിംഗ് ത്രൂ ദിസ് ഏരിയ? ഈ ഒരു മാപ്പിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിവർ ഏതാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ മാപ്പിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ റിവർ കൃഷ്ണ. ഓക്കെ, റിവർ കൃഷ്ണയാണ് ആൻസർ വരുന്നത്. കൃഷ്ണ റിവർ ആണ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന പ്രധാനപ്പെട്ട റിവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ഫ്ലോ? ഏത് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ഈ നദി, ഈ കൃഷ്ണ റിവർ ഏത് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്? എവിടുന്ന് എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് ഒഴുകുന്നത്? ഇവിടെ ഒരു റിവറിൽ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഭാഗത്തേക്കാണ് ഒഴുകുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു മാപ്പ് ഒന്നുകൂടി ചെറുതാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് എന്ന് എങ്ങോട്ടാ പോകുന്നത്? നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലേക്കാണ്. സോ ഫ്ലോയിങ് ഫ്രം വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് എന്ന് പറയാം. ഓക്കെ, വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ് നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കാണ്, പടിഞ്ഞാറെന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ നദി ഒഴുകുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷനും നമുക്ക് കിട്ടി. പിന്നെ ഓൺ വിച്ച് ബാങ്ക് ഓഫ് ദി റിവർ ആർ ദി ഫോറസ്റ്റ് സീൻ? അതായത് പിന്നെ ഈ നദിയുടെ, കൃഷ്ണ റിവറിന്റെ, കൃഷ്ണ നദിയുടെ ഏത് ഭാഗത്താണ് എന്ത് കാണുന്നത്? വനപ്രദേശങ്ങൾ കാണുന്നത്. ഫോറസ്റ്റ് അല്ലെങ്കിൽ വനപ്രദേശങ്ങൾ നമ്മൾ ഏത് ഭാഗത്താണ് കാണുന്നത് എന്നാണ്. ഏത് ഭാഗത്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഈ നമ്മൾ കാണുന്ന ഈ ഒരു ചെറിയൊരു പച്ച നിറത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം ഒക്കെ ഇതൊക്കെയാണ് എന്ത് നമ്മൾ വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിവറിന്റെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ പറയാം? റിവറിന്റെ നേരെ സൗത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, സൗത്ത് ഈസ്റ്റ് പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, കൃഷ്ണ റിവറിന്റെ സൗത്ത് ഈസ്റ്റ് പൊസിഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? സൗത്ത് ഈസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഓൺ വിച്ച് ബാങ്ക് ഓഫ് ദി റിവർ ആർ ദി ഫോറസ്റ്റ് സീൻ? സൗത്ത് ഈസ്റ്റ് ബാങ്ക് എന്ന് കൊടുക്കാം, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി റിസർവ് ഫോറസ്റ്റ് ഇൻ ദിസ് ഏരിയ? ഈ ഭാഗത്തുള്ള ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, ആ റിസർവ് ഫോറസ്റ്റിന്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ ലിങ്സുഗർ അല്ലെ, ലിങ്സുഗർ റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ആ പേര് അവിടെ എഴുതി വെക്കാം, ലിങ്സുഗർ റിസർവ്ഡ് ഫോറസ്റ്റ്. അടുത്തത്, ഹൗ മെനി സ്പ്രിങ്സ് ആർ സീൻ ഇൻ ദിസ് റീജിയൻ? എത്ര സ്പ്രിങ്സ് ഈ ഒരു മാപ്പിൽ, എത്ര സ്പ്രിങ്സ് എന്ന് പറയുമ്പോൾ എന്താ?
ചെറിയ നീരുറവകൾ എന്നാണ്. എത്ര സ്പ്രിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ലൊക്കേറ്റ് ദം ബേസ്ഡ് ഓൺ ഡയറക്ഷൻ. ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ അത് ലൊക്കേറ്റ് ചെയ്യാം. മീൻസ് നോർത്തിലാണോ സൗത്തിലാണോ അങ്ങനെയുള്ള ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ ഏത് ഡയറക്ഷനിലാണ് ആ സ്പ്രിങ്സ് ഉള്ളത് എന്നും പിന്നെ നമ്മോട് ചോദിക്കുകയാണ്. അപ്പൊ എത്ര സ്പ്രിങ്സ് ഉണ്ട്, ഏത് ഡയറക്ഷനിലാണ്, 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സ്പ്രിങ്സ് എത്ര ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ സ്പ്രിങ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഏത് സിമ്പൽ ആണ് എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ സൂം ചെയ്ത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാമെന്ന ഒരു മെച്ചം ഇവിടെയുണ്ട് അല്ലേ. ഓക്കെ, സ്പ്രിങ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നിവിടെ മാർക്ക് ചെയ്യാം, പെട്ടെന്ന് കാണാം നിങ്ങൾക്ക്. സ്പ്രിങ്ങിന്റെ ആകൃതി എന്താ, നീല നിറത്തിലായിരിക്കും. ഇതേപോലെ ഒരു പ്ലസ് ചിഹ്നമായിരിക്കും ഉണ്ടാവുക സ്പ്രിങ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു സ്പ്രിങ് കാണാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയ ബ്ലൂ കളറിൽ ഒരു പ്ലസ് ചിഹ്നം കാണാം, അവിടെ സ്പ്രിങ് എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു സ്പ്രിങ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഒരു സ്പ്രിങ് നമ്മൾ കണ്ടെത്തി. അതിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഈ മാപ്പ് ചെറുതാക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമുക്ക് വേറെയും സ്പ്രിങ് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ പ്ലസ് ചിഹ്നങ്ങൾ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതാ ഇവിടെ നമുക്ക് ഒന്നുകൂടി കിട്ടി. ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാ മാർക്ക് ചെയ്തത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്പ്രിങ്, അപ്പൊ 2 സ്പ്രിങ് നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. 2 സ്പ്രിങ് ആണ് ഈ മാപ്പിൽ നമ്മൾ കാണുന്നത്. മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സാധ്യത കുറവാണ്. ഏതായാലും 2 സ്പ്രിങ്സ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യട്ടെ ഒന്ന്. അതിനുശേഷം മാപ്പ് ഒന്ന് ചെറുതാക്കണം, എങ്കിലേ നമുക്ക് അതിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ 2 സ്പ്രിങ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതിൽ ഒന്നാമത്തെ സ്പ്രിങ് ഈ ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഏത് ഡയറക്ഷനിലാണ്? അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. നോർത്തും അല്ല ഈസ്റ്റും അല്ല, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഒരു സ്പ്രിങ് നമ്മൾ കണ്ടത്. അതേപോലെ മറ്റൊരു സ്പ്രിങ് നമ്മൾ കണ്ടത് ഇവിടെ താഴ്ഭാഗത്ത് ഈ ഭാഗത്താണല്ലോ, ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ഏത് ഡയറക്ഷൻ പറയാം? അത് സൗത്തും അല്ല ഈസ്റ്റും അല്ല, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഒരു സ്പ്രിങ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും മറ്റൊരു സ്പ്രിങ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുമാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഈ ഡയറക്ഷൻസ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. ഞാൻ മുമ്പും പറഞ്ഞതാണ്, മാപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് നോളജ് ആണത്. അപ്പൊ ദിശകൾ, ഡയറക്ഷൻസ് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. അതിലൊരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലൊക്കേറ്റ് ദി ഓപ്പൺ സ്ക്രബ്സ് ഇൻ ദിസ് ഏരിയ. ഓക്കെ, അതായത് പിന്നെ കുറ്റിക്കാടുകൾ, തുറസായിട്ടുള്ള ചെറിയ കാടുകൾ, കുറ്റിക്കാടുകളാണ്, ഓപ്പൺ സ്ക്രബ് ആണ് ഇനി ഇവിടെ ചോദിക്കുന്നത്. ലൊക്കേറ്റ് ദി ഓപ്പൺ സ്ക്രബ്സ് ഇൻ ദിസ് ഏരിയ. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തണം. ഓക്കെ, തുറസായ കുറ്റിക്കാടുകളുടെ അല്ലെങ്കിൽ ഓപ്പൺ സ്ക്രബ്സിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തണം. നമുക്ക് എന്ത് ചെയ്യാം? 4 ഫിഗർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ലൊക്കേഷൻസ് കണ്ടെത്താം. അപ്പോ ഏതൊക്കെയാണ് ഓപ്പൺ സ്ക്രബ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം. ഓക്കെ, ഓപ്പൺ സ്ക്രബ്സ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. ഒരു 3 എണ്ണം നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പൊ സ്ക്രീനിൽ തന്നെ. ഓക്കെ, 3 എണ്ണം കാണാൻ പറ്റും. ഏതൊക്കെയാ? ഒന്ന് ദാ ഇവിടെ ഞാനിപ്പോൾ മൗസ് പോയിന്റർ വെച്ചിട്ടുള്ള ഒന്നുകൂടി ഞാൻ മാർക്ക് ചെയ്ത് പെട്ടെന്ന് കാണാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒന്നതാ ഒരു ഓപ്പൺ സ്ക്രബ് ഇവിടെ കാണാം. മറ്റൊരു ഓപ്പൺ സ്ക്രബ് ഇവിടെ കാണാം. അതേപോലെ മറ്റൊരു ഓപ്പൺ സ്ക്രബ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പൊ 3 ഓപ്പൺ സ്ക്രബ്, 3 തുറസായ കുറ്റിക്കാടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ലൊക്കേഷൻ കാണാൻ വേണ്ടി നമുക്കറിയാം 4 ഫിഗർ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, തന്നിട്ടുള്ള ഫീച്ചറിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ കാണുക, തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ വാല്യൂ കാണാം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ലൊക്കേഷൻ 4 ഫിഗർ മെത്തേഡിലൂടെ അതിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ ഓരോന്നിന്റെയും ഈസ്റ്റിങ്സും നോർത്തിങ്സും കണ്ടെത്തി അതിന്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഓപ്പൺ സ്ക്രബ്, ഇവിടെ കാണുന്ന ഈ ഓപ്പൺ സ്ക്രബ്, അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഇവിടെ കാണാം 94 ആണ്. ഓക്കെ, 94 ആണ്. അതേപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ വാല്യൂ 87 ആണ്. ഓക്കെ, 87 ആണ്. അപ്പോൾ ഒന്ന് 94, 87 എന്ന് കിട്ടി. ഓക്കെ,
ഒന്ന് എത്രയാണ്? 9487. ഞാനിവിടെ എഴുതാം. ഈ കാണുന്ന ഓപ്പൺ സ്ക്രബിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 94, ഞാൻ ഇവിടെ തന്നെ എഴുതാണ്, 9487 ആണ്. 9487. ഓക്കെ. അതേപോലെ മറ്റൊരു ഓപ്പൺ സ്ക്രബ് നമ്മൾ പറഞ്ഞത് ഇവിടെയാണല്ലോ. ഓക്കെ, ഈ ഓപ്പൺ സ്ക്രബ് ആണ്. ഈ ഓപ്പൺ സ്ക്രബിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മുകളിലേക്ക് നോക്കിയാലേ കറക്റ്റ് അറിയുള്ളൂ അല്ലെ. അതിന്റെ നോർത്തിങ്സ് 86 ആണെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. നോർത്തിങ്സ് നമ്മൾ രണ്ടാമതാണല്ലോ എഴുതുക. ആദ്യം നമുക്ക് കിട്ടേണ്ടത് എന്താ? ആദ്യം കിട്ടേണ്ടത് ഈസ്റ്റിങ്സിന്റെ വാല്യൂ ആണ്. അപ്പൊ ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയെന്നുള്ളത് നമുക്ക് മുകളിലോട്ട് പോയാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ താഴോട്ട് പോയാലേ അറിയുള്ളൂ. ഈ കുത്തനെയുള്ള വരെയാണ്. അപ്പൊ അതിന്റെ വാല്യൂ മോൾ ഭാഗത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ ഇവിടെ 97 എന്ന് കാണാം. എത്രയാണ്? 97 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈസ്റ്റിങ്സിന്റെ വാല്യൂ നമ്മൾ എഴുതാണ് 97. പിന്നെ തൊട്ട് താഴെയുള്ള ഈ ലൈൻ ഏതാ? അതിന്റെ വാല്യൂ ഇവിടെ കാണാൻ പറ്റും, 86 എന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 86 എന്ന് കാണാൻ പറ്റും. ആ 86 നമ്മൾ അവിടെ എടുത്ത് എഴുതാം. 97, 86. 97, 86. അപ്പോൾ ആ ഓപ്പൺ സ്ക്രബിന്റെയും എന്ത് കിട്ടി? അതിന്റെയും സ്ഥാനം, ലൊക്കേഷൻ നമുക്ക് കിട്ടി. ഇനി ഒന്ന് ഉള്ളത് ഇവിടെ താഴ്ഭാഗത്താണ്. ഓക്കെ, ഒരു ഓപ്പൺ സ്ക്രബ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓപ്പൺ സ്ക്രബിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടണം. അപ്പൊ അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സ് നമ്മൾ ആദ്യം നോക്കുക. ആ ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 94 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ആ 94 അവിടെ എടുത്തെഴുതുക. പിന്നെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സ് ഇവിടെ കാണാം, 84 ആണ്. ആ 84 അവിടെ എടുത്തെഴുതുക. അപ്പൊ എത്രയായി? 94, 84. ഓക്കെ, 94, 84. അപ്പൊ ഈ 3 ഓപ്പൺ സ്ക്രബിന്റെയും ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ 3ന്റെയും ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാനത് സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Find out the location of the following using the 6-figure grid reference method. Okay, ഇപ്പൊ നമ്മൾ 4 ഫിഗർ ആണല്ലോ ചെയ്തത്. ഇനി 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ എന്ത് ചെയ്യണം? ഈ താഴെ തന്നിട്ടുള്ള 3 ഫീച്ചറിന്റെയും ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഒന്ന് 476A എന്നൊരു പിന്നെ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ആ മാപ്പിൽ കാണാം. അതേപോലെ 447 എന്ന് കാണാം. അതേപോലെ ഇത് സ്പ്രിംഗ് നോർത്ത് ഓഫ് പരമ്പൂർ വില്ലേജിന്റെ നോർത്തിലുള്ള സ്പ്രിങ്ങിന്റെ ലൊക്കേഷനും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യം ഈ പറയുന്ന 476A എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെ, ഒരു പ്രദേശത്തിന്റെ സ്പോട്ട് ഹൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ആ മാപ്പിലേക്ക് നമുക്ക് വീണ്ടും പോവാം. 476A എന്ന് എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. 476. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഓപ്പൺ സ്ക്രിബിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം 476A എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലൊക്കേഷനാണ് നമുക്ക് ഒന്ന് കാണേണ്ടത് അല്ലെ. അപ്പൊ അതിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി 6 ഫിഗർ ആണല്ലോ ചോദിച്ചത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം നേരത്തെ ചെയ്തതുപോലെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ 94 ആണ്. ആ 94 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 94 അടുത്ത ഈസ്റ്റിങ്സ് ആയിട്ടുള്ള 95ലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. നേരത്തെ പഠിച്ച കാര്യം. അതിനുവേണ്ടി ഏറ്റവും സെൻട്രൽ ഒരു വര നമ്മൾ വരച്ചാൽ ഒരു എളുപ്പപ്പണിയാണ്. ഏറ്റവും സെൻട്രൽ നമ്മൾ ഒരു വര വരയ്ക്കുക. ഓക്കെ, ഏറ്റവും സെൻട്രൽ ഭാഗത്ത് ഒരു ഏകദേശം കണക്കാക്കി വര വരയ്ക്കുക. ശേഷം ഒരു 4 പോയിന്റ് ഈ സൈഡിലും 4 പോയിന്റ് ഈ സൈഡിലും ഇട്ടാൽ എന്തായി? കറക്റ്റ് 10 ഈക്വൽ പാർട്സ് ആവും. ഓക്കെ, അപ്പോൾ 1, 2, 3, 4, 5 വന്നു. ദെൻ 6, 7, 8, 9, 10 ഏതാ വരിക? ഈ 95 എന്നുള്ള ലൈനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, 1, 2, 3 ഏതിന്റെ നേരെയാണ് ഈ 476 എന്നുള്ള ഈ ഒരു അടയാളം വരുന്നത് എന്നുള്ളത് നോക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം? ഏകദേശം പിന്നെ 2ന്റെയും 3ന്റെയും 4ന്റെയും ഒക്കെ നേരെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3ഓ 4ഓ ഒക്കെ കൊടുക്കാം. അവിടെ ഒരു പ്രശ്നവുമില്ല. ചെറിയ 1-2 ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 94, 4 എന്ന് കൊടുക്കാം. 94, 4.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ വാല്യൂ ആണ്. തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ വാല്യൂ എത്രയാണ് വരിക? ഇവിടെ 84 ആണ് കാണുന്നത്. അപ്പോൾ അടുത്ത നോർത്തിങ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? താഴോട്ട് വരുമ്പോൾ 83 ആയിരിക്കും. ഓക്കെ, 83 ആയിരിക്കും. അതായത് ഇവിടെ ഒരു നോർത്തിങ്സ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 84 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും? 83 ആയിരിക്കും. അപ്പൊ നമ്മൾ ആ 83 എന്നുള്ളത് ഇവിടേക്ക് എടുത്തെഴുതാം. ഓക്കെ, 83 നമ്മൾ എടുത്തെഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 83 മുതൽ 84 വരെയുള്ള ഭാഗത്തെ, ഇത്രയും ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക? 10 ഈക്വൽ പാർട്സ് ആക്കി മുറിക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യം ശരിക്കും ഇല്ല. ഓക്കെ, എങ്കിലും നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി മുറിക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 10 ഈക്വൽ പാർട്സ് ആക്കി മുറിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇപ്പൊ പറഞ്ഞതുപോലെ എളുപ്പത്തിന് വേണ്ടി സെൻറ്റർ ഭാഗത്തൊരു ഡോട്ട് ഇടുക. പിന്നീട് ഒരു 4 ലൈൻസ് രണ്ട് ഭാഗത്തും 1 2 3 4 5, അതേപോലെ 6 7 8 9 10. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്ത് പോകുമ്പോൾ ഏകദേശം ഏതിന്റെ നേരെയാണ് നമ്മൾ കാണുന്നത്? 9 എന്ന് പറയുന്ന പോയിന്റിന്റെ നേരെയാണ് അല്ലെ? ഇവിടുന്ന് 1 2 3 ഇങ്ങനെ എണ്ണി പോകുമ്പോൾ 9 എന്ന പോയിന്റിന്റെ നേരെയാണ് ഈ 476A എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ 9 എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. സോ 94 4 83 9. ഇതാണ് എന്ത്? ആ ഫീച്ചറിന്റെ കറക്റ്റ് ലൊക്കേഷൻ. 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ കണ്ടെത്തിയിട്ടുള്ള ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയി. സംശയമുള്ളവർ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണുക, എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റ് 2 കാര്യം കൂടി നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 447 എന്ന് പറയുന്ന ഒരു പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ ആ മാപ്പിൽ നമുക്ക് നോക്കിയാൽ എവിടെയെങ്കിലും കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് പിന്നെ കണ്ടു നോക്കാം, എവിടെയാണുള്ളത് നമുക്ക് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ഇവിടെ കാണാൻ പറ്റും. ഇതാക്കണം, ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കാണുന്നില്ല, ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ പോകും. ഇതാ ഈ ഭാഗത്ത് 447 എന്ന് കാണാൻ പറ്റും. അതിന്റെ ലൊക്കേഷനും ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടെത്തുക. പിന്നെ ഒന്ന് ചോദിക്കുന്നത് സ്പ്രിംഗ് നോർത്ത് ഓഫ് പരമ്പൂർ വില്ലേജ് ആണ്. പരമ്പൂർ ഗ്രാമത്തിന്റെ, പരമ്പൂർ വില്ലേജിന്റെ നോർത്തിലുള്ള സ്പ്രിംഗ് ആണ് ചോദിക്കുന്നത്. അപ്പം പരമ്പൂർ വില്ലേജ് എവിടെയാന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് തിരഞ്ഞു നോക്കണം അല്ലേ? ആ മാപ്പ് നോക്കുക, എവിടെയെങ്കിലും പരമ്പൂർ വില്ലേജ് കാണുന്നുണ്ടോ നോക്കുക. കാണുന്നുണ്ട്, ഞാൻ കണ്ടു. അപ്പം ഒന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. ഇതാണ് പരമ്പൂർ വില്ലേജ്. ഈ പരമ്പൂർ വില്ലേജിന്റെ നോർത്ത് എന്ന് പറയുമ്പോൾ ഏതാ? ഇതാണ് നോർത്ത് സൈഡ്. ഇവിടെ ഇതാക്കണ ഒരു സ്പ്രിംഗ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ വൃത്തത്തിനുള്ളിൽ ഒരു സ്പ്രിംഗ് കാണാൻ പറ്റും. ആ സ്പ്രിംഗിന്റെ ലൊക്കേഷനും ഇത് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? 6 ഫിഗർ മെത്തേഡിലൂടെ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ അതിനുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു ഏത് രൂപത്തിലാണ് 6 ഫിഗർ ചെയ്യുക എന്നുള്ളത്. വേറെ വീഡിയോയിൽ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടെത്തുക. പിന്നെ അതിനുശേഷം അടുത്ത കാര്യം എന്താ? ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ഉള്ളത്. ഈ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത് അതൊക്കെ നമ്മളിപ്പോൾ നോക്കി ക്ലിയർ ആക്കി. സംശയമുള്ളത് ഞാൻ വീണ്ടും പറയുന്നു, എന്ത് ചെയ്യുക? ഒന്ന് റിവൈൻഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മളത് കണ്ടെത്തിയെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് കൾച്ചുറൽ ഫീച്ചേഴ്സ് ആണ്, മൂന്നാമത്തെ കാറ്റഗറി അല്ലെ? കൾച്ചുറൽ ഫീച്ചേഴ്സ്. കൾച്ചുറൽ ഫീച്ചേഴ്സിനെ നമുക്ക് എന്തും വിളിക്കാം? മാൻമെയ്ഡ് ഫീച്ചേഴ്സ് എന്നും വിളിക്കാം. ഓക്കെ, ഭൗതിക സവിശേഷതകൾ നേരത്തെ പറഞ്ഞു. കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാംസ്കാരിക സവിശേഷതകൾ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? സെറ്റിൽമെന്റ്സ്, ഓക്കെ, വീടുകളും പാർപ്പിടങ്ങളൊക്കെ. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, റോഡുകൾ, ബൗണ്ടറീസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, agricultural lands, post office, police station, bridges, wells and tube wells are a few cultural features shown in topo sheets. Okay, ഈ കാര്യങ്ങളൊക്കെ, ഓക്കെ, ഈ പറയുന്ന നിർമ്മിതികളെല്ലാം മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം? കൾച്ചുറൽ ഫീച്ചേഴ്സ് ഓർ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്സിൽ കാണുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതൊന്നും പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് അറിയുന്ന സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? കൾച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. ദെയർ ലൊക്കേഷൻ ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓർ ദി ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓരോ ഫീച്ചേഴ്സിന്റെയും ലൊക്കേഷൻ നമുക്ക് ഒന്നുകിൽ ഡയറക്ഷന്റെ ബേസിലോ അല്ലെങ്കിൽ ഗ്രിഡ് റെഫറൻസിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം?
കണ്ടെത്താം. ഓക്കെ, നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന രൂപത്തിൽ ഡയറക്ഷന്റെ ബേസിലും, അതേപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 6 ഫിഗർ മെത്തേഡിലും 4 ഫിഗർ മെത്തേഡും അങ്ങനെ ഗ്രിഡ് റെഫറൻസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. Find answers to the following questions by reading the given topo sheets figure 4.25. ഏറ്റവും ആദ്യം, identify the districts in Karnataka to which the area belongs. അതായത് എന്താണ് ഒന്നാമത്തെ ചോദ്യം, പിന്നെ കർണാടകയുടെ ഒരു മാപ്പാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കർണാടകത്തിലെ ഏതൊക്കെ ജില്ലകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ആ ഒരു മാപ്പിൽ കാണിക്കുന്നതെന്നാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ചോദ്യം. കർണാടകയിലെ ഏതൊക്കെ ജില്ലകളാണ് പ്രധാനമായിട്ടും ആ മാപ്പിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ആ ചിത്രം നോക്കുകയാണെങ്കിൽ മുകളിൽ പേരുകൾ അവിടെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം മുകളിൽ ഏതൊക്കെയാണ്, ഗുൽബർഗ, റൈച്ചൂർ അല്ലെ, ഗുൽബർഗ റൈച്ചൂർ ഡിസ്ട്രിക്ട്സ്, ഗുൽബർഗ റൈച്ചൂർ ജില്ലകളാണുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്താ, അടുത്ത ചോദ്യം, based on which natural feature is the district boundary determined. ഓക്കെ, അതായത് ഈ രണ്ട് ജില്ലകൾക്ക് ഇടയിലുള്ള ജില്ലാ അതിർത്തി ഉണ്ടല്ലോ, അത് ഏത് ഫീച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ജില്ലാ അതിർത്തി അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു കൃഷ്ണ റിവറിന്റെ ഇടയിൽ നമുക്കൊരു ഡോട്ട് ലൈൻസ്, ബ്രോക്കൺ ലൈൻസ് കാണാൻ പറ്റും. ഈ ബ്രോക്കൺ ലൈൻസ് എന്താണ്, അത് ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ്. അപ്പോൾ ആ ഡിസ്ട്രിക്ട് ബൗണ്ടറി അവർ തീരുമാനിക്കുന്നത് എന്താണ്, ഈ ഒരു കൃഷ്ണ റിവറിനെ ബേസ് ചെയ്തിട്ടാണ്. റിവറിന്റെ അപ്പുറത്ത് ഒരു ഡിസ്ട്രിക്ട്, റിവറിന്റെ ഇപ്പുറത്ത് മറ്റൊരു ഡിസ്ട്രിക്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചത്, ഏത് ഫീച്ചറിന്റെ ബേസിലാണ് രണ്ട് ജില്ലകളാക്കി തിരിച്ചതെന്നാണ്. അപ്പൊ ഏതാ ഫീച്ചർ, റിവർ ആണ്, റിവർ കൃഷ്ണയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ which natural feature is the district boundary determined? Which natural feature? That is a river, അല്ലെ, റിവർ കൃഷ്ണ എന്നും പറയാം. Where is the metalled road seen? അതായത് ടാർ ചെയ്ത റോഡ് നമ്മൾ എവിടെയാ കാണുന്നത്, ടാർ ചെയ്ത റോഡ് നമ്മൾ എവിടെയാണ് കാണുന്നത് അല്ലെ, നമുക്ക് നോക്കാം. ഓക്കെ, ഈ പിന്നെ നമ്മളിവിടെ കാണുന്ന ഈ അടയാളങ്ങളാണ് എന്ത്, ഈ മൗസ് പോയിന്റർ പോകുന്ന ഈ അടയാളങ്ങളാണ് ടാർ ചെയ്ത റോഡുകൾ. അപ്പൊ ടാർ ചെയ്ത റോഡുകൾ നമ്മൾ മുകൾ ഭാഗത്തും കാണുന്നുണ്ട്, അതേപോലെ തന്നെ താഴ്ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി റിവർ എന്ന് പറയാം, കാരണം രണ്ട് സൈഡിലും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി റിവർ, നദിയുടെ രണ്ട് വശങ്ങളിലും നമ്മൾ ടാർ ചെയ്ത റോഡുകൾ കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഗഡലമാരി വില്ലേജ് സിറ്റുവേറ്റഡ്? ഗഡലമാരി വില്ലേജ്, ആ ഒരു ഗ്രാമം, ഗഡലമാരി ഗ്രാമം ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് എന്നാണ്. ഓക്കെ, ഏത് ഡയറക്ഷനിലാണ് ആ ഗ്രാമം ഉള്ളത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഗഡലമാരി എന്ന് പറയുന്ന സ്ഥലം എവിടെയാ കാണുന്നത് നോക്കണം. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗഡലമാരി. അപ്പൊ ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ആ ഗഡലമാരി വില്ലേജ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി വിച്ച് ആർ ദി വില്ലേജസ് വേർ പോസ്റ്റ് ഓഫീസ് ക്യാൻ ബി ഫൗണ്ട്? ഓക്കെ, പോസ്റ്റ് ഓഫീസ് കാണുന്ന വില്ലേജസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാപ്പ് നോക്കി കണ്ടെത്താവുന്ന കാര്യമാണ്. ഈ ഗഡലമാരിന്റെ അടുത്ത് തന്നെ ഒരു PO കാണാം, ഒരു പോസ്റ്റ് ഓഫീസ് അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പോസ്റ്റ് ഓഫീസ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്തി. അതേപോലെ വേറെ എവിടെയാണ് അങ്ങനെ PO എന്ന് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ ഇതാക്കണം, ഗുണബദല അല്ലെ, ഗുണബദല എന്നുള്ളൊരു വില്ലേജ്, അതിന്റെ അടുത്ത് ഒരു PO കാണാം. അപ്പോൾ ഗഡലമാരി അതേപോലെ ഗുണബദല ഇങ്ങനെയുള്ള രണ്ട് വില്ലേജിൽ എന്തുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വേറെയും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് നോക്കുക, ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി വെക്കുക. അപ്പൊ പോസ്റ്റ് ഓഫീസ് കിട്ടി. ഇനി അടുത്തത് എന്താണ്, വിച്ച് ആർ ദി വില്ലേജസ് വേർ പോസ്റ്റ്, ഓക്കെ നമ്മൾ പറഞ്ഞു, ആ ചോദ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, മാർക്ക് ചെയ്യുന്നു. അടുത്തത് ഫൈൻഡ് ദി ലൊക്കേഷൻ യൂസിങ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. അൽദുബാവി വില്ലേജ്, ഗണബദല വില്ലേജ്, ഫോർട്ട് ടു ദി നോർത്ത് ഈസ്റ്റേൺ കോർണർ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 4 ഫിഗർ മെത്തേഡിൽ, 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ കണ്ടെത്താൻ വേണ്ടി പറയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 4 ഫിഗർ മെത്തേഡിൽ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്, ആ രൂപത്തിൽ കണ്ടെത്തുക. അതേപോലെ അടുത്ത ഈ പറയുന്ന 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ, ഓക്കെ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ കണ്ടെത്താൻ വേണ്ടി പറയുന്നു. ഒന്ന് ടെമ്പിൾ നിയർ ഗഡലമാരി വില്ലേജ്. ഗഡലമാരി വില്ലേജിന്റെ അടുത്ത് ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിളിന്റെ ലൊക്കേഷൻ. ഓക്കെ,
ഇവിടെ ടെമ്പിളിന് അടയാളം കാണാം, അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തണം 6 ഫിഗർ മെത്തേഡിലൂടെ. അതേപോലെ മറ്റൊന്ന് പറയുന്നത് ഏതാണ്? മറ്റൊന്ന് പറയുന്നത് ടെമ്പിൾ വിത്തിൻ ദി ലിങ്സുഗർ റിസർവ് ഫോറസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഒരു ടെമ്പിൾ കാണാൻ പറ്റും. ഓക്കെ, ഇതിനുള്ളിൽ ഒരു ടെമ്പിൾ കാണാൻ പറ്റും. ആ ടെമ്പിളിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പറയാണ്. അതേപോലെ ഏറ്റവും അവസാനം പോസ്റ്റ് ഓഫീസ് ഇൻ ഗണവദല വില്ലേജ്. ഗണവദല വില്ലേജിലെ ആ ഗ്രാമത്തിലുള്ള പോസ്റ്റ് ഓഫീസ് ഇവിടെ കാണാം, ഗണവദല വില്ലേജ്. അപ്പൊ അവിടുത്തെ ഈ പോസ്റ്റ് ഓഫീസിന്റെ ലൊക്കേഷനും കണ്ടെത്താൻ വേണ്ടി പറയുന്നു. ഇതെങ്ങനെയാണ്? 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ. അപ്പൊ നമ്മൾ നേരത്തെ 4 ഫിഗർ മെത്തേഡും 6 ഫിഗർ മെത്തേഡൊക്കെ പറഞ്ഞതുകൊണ്ട് ഇത് വീണ്ടും നമ്മൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ സമയം വീഡിയോ വല്ലാണ്ട് ലെങ്തി ആക്കുന്നില്ല. അതെങ്ങനെയാ കണ്ടെത്താന്ന് അറിയേണ്ട ആൾക്കാർ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഈസ്റ്റിങ്സ് നോർത്തിങ്സുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോയിലും ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളെ യൂണിറ്റ് തന്നെ ഇവിടെ എന്താവുകയാണ്? കംപ്ലീറ്റ് ആവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞുകൊണ്ട് 1-2 വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഈ ഒരു ചിത്രം നിങ്ങൾ 4 ഫിഗർ മെത്തേഡിലൂടെയും രണ്ടാമത്തെ ചിത്രം 6 ഫിഗർ മെത്തേഡിലൂടെയും കണ്ടെത്താനുള്ളതാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്കൊക്കെ ഒന്ന് കണ്ടെത്തി ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തറോ ആക്കുക. അതേപോലെ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാച്ച് ദി കോണ്ടൂർ ഇൻ കോളം എ വിത്ത് ഷേപ്പ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ കോളം ബി. എ ബി കോളങ്ങളെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ട്രേസിംഗ് പേപ്പറിലേക്ക് പകർത്തി അല്ലെങ്കിൽ ട്രേസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് ഈ ഒരു ചിത്രം കണ്ടാൽ, ഈ കോണ്ടൂർ ലൈൻസ് കണ്ടാൽ തന്നെ അത് എങ്ങനത്തെ ഷേപ്പാണ് ആ പ്ലേസിന് ഉണ്ടാവുക എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് ഇവിടെ പെട്ടെന്ന് ചെയ്ത് നോക്കാം. അതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തേത്, ഈ ഒന്നാമത്തെ കോണ്ടൂർ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ഏത് ചിത്രത്തെയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുള്ള കോണ്ടൂർ ലൈൻസിന്റെ ആ ഒരു ഷേപ്പ് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തേത് ഇവിടെ കാണുന്ന ഈ ലാൻഡ് ഫോം ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഒന്നുകൂടി സൂം ചെയ്യണോ പേജ്? വേണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തേതാണെങ്കിൽ, ഈ രണ്ടാമത്തെ ലാൻഡ് ഫോം ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് കൊടുക്കാം? സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ ആൻസറും കിട്ടും. രണ്ടാമത്തേത് കാണുന്നത് ഏതാണ്? ഈ ആണ് അല്ലെ? രണ്ടാമത്തേത് ഇതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലാൻഡ് ഫോം നമുക്ക് എവിടേക്ക് കൊടുക്കാം? മൂന്നാമത്തെ ലാൻഡ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഈ ലാൻഡ് ഫോം ആണ് മൂന്നാമത്തെ ലാൻഡ് ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നാലാമത്തേതാണെങ്കിലോ? നാലാമത്തേത് ഇതാണ്. സി എന്നിവിടെ കൊടുത്തിട്ടുള്ള ഇതാണ് നാലാമത്തെ ലാൻഡ് ഫോം. ഓക്കെ, ഇനി അഞ്ചാമത്തേതാണെങ്കിൽ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള എഫ് എന്നതാണ് ഇത് അഞ്ചാമത്തെ ലാൻഡ് ഫോം. ഓക്കെ, ദെൻ ആറാമത്തേത് അപ്പൊ ഏതായിരിക്കും? ഇനി ബാക്കിയുള്ള ഒന്നേ ഉള്ളൂ. ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇതാണിത് ആറാമത്തെ ലാൻഡ് ഫോം. ഓക്കെ, ഇപ്പൊ സ്ക്രീനിൽ എല്ലാ ഏരാമാർക്കും കൂടി കലർന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ ഓരോന്നും നമ്മൾ ചെയ്ത് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എങ്ങോട്ട് ഓരോ ഏരമാർക്ക് എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓരോന്നും നമ്മൾ നോക്കി ഓരോ ലാൻഡ് ഫോം, ഓരോ കോണ്ടൂർ ലൈനും ഏത് ലാൻഡ് ഫോമിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു 2 ബോക്സ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫില്ല് ചെയ്തു. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഈ ഒന്നാമത്തെ ലാൻഡ് ഫോം, ഒന്നാമത്തെ കോണ്ടൂർ രേഖ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഇനി രണ്ടാമത്തേതാണെങ്കിൽ ഇവിടേക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഇനി മൂന്നാമത്തേതാണെങ്കിൽ ഇതുമായിട്ടാണ് മാച്ച് ചെയ്യുക. ദെൻ നാലാമത്തേതാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് സിയിലേക്ക് കൊടുക്കാം. അതേപോലെ അഞ്ചാമത്തേതാണെങ്കിൽ 5 ഇവിടേക്ക് പോവാം. 5 ഏറ്റവും അവസാനത്തേത് എഫിലേക്ക്. അതേപോലെ ആറാമത്തേത് ഏറ്റവും ടോപ്പിലുള്ള ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്ലാസ്സോട് കൂടി ഇവിടെ കഴിയാണ്. നമ്മുടെ ക്ലാസ് തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഒരു പുതിയ യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.